ജിന്നുമ്മ എന്ന ഷമീമ അതീവ സുന്ദരിയായ മന്ത്രവാദിനിയാണ്. യാത്രകൾ ആഡംബര കാറിൽ, കൊട്ടാര സദൃശമായ വീട്, കൂടോത്രം കുഴിച്ചെടുക്കുന്നതിൽ വിദഗ്ധ. അർദ്ധരാത്രിയായാൽ പാത്തുട്ടിയുടെ ആത്മാവിനെ ആവാഹിച്ച് ഉറഞ്ഞു തുള്ളും. സമ്പന്നരെ വശീകരിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ജിന്നുമ്മയ്ക്ക്. കാസർകോട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ ദുരൂഹമരണത്തിന് പിന്നാലെയാണ് ജിന്നുമ്മയെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത്. ആഭിചാര ക്രിയകളും ഹണി ട്രാപ്പും സാമ്പത്തിക തട്ടിപ്പുമാണ് പ്രധാന പരിപാടി. ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ 1.5 വർഷത്തിന് ശേഷം ചുരുളഴിയുമ്പോൾ പുറത്തു വരുന്നത് ജിന്നുമ്മയുടെ തട്ടിപ്പ് കഥകൾ കൂടിയാണ്. ഒരു നാടിനെ ഭീതിയിലാഴ്ത്തിയ ഗഫൂർ ഹാജി കൊലക്കേസ് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഏപ്രിൽ 13 വിഷുവിൻ്റെ തലേന്ന് രാത്രി നാട്ടിലെങ്ങും ആഘോഷം പൊടിപൊടിക്കുന്നു. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ വീട്ടിൽ ആ ദിവസം അർദ്ധരാത്രിയിൽ വലിയൊരു മന്ത്രവാദം നടക്കുകയാണ്. ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ആഡംബര വീട്ടിൽ എന്താണ് നടന്നതെന്ന് പുറം ലോകത്തിന് അറിവില്ല. എന്നാൽ പിറ്റേന്ന് ഹാജിയുടെ മരണവാർത്തയാണ് എല്ലാവരും കേട്ടത്. സംഭവം കൊലപാതകമാണെന്നും ജിന്നുമ്മ എന്ന ഷമീമിയുടെ പങ്ക് അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും പോലീസിന് നേരം വെളുക്കാൻ 1.5 വർഷമെടുത്തു. ഒടുവിൽ ഗഫൂർ ഹാജിയുടേത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ ജിന്നുമ്മയും ഭർത്താവും ബന്ധുക്കളായ 2 സ്ത്രീകളും പോലീസിൻ്റെ പിടിയിലായി. ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് അരുൺ കൊലയിൽ കലാശിച്ചത്. പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫറൂഖ്യ മസ്ജിദിന് സമീപം ബൈത്തുൽ റഹിമയിലെ MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. 1.5 വർഷത്തിനിപ്പുറമാണ് കേസിലെ ദുരൂഹതകളുടെ ചുരുളഴിഞ്ഞത്. സംഭവത്തിൽ മന്ത്രവാദിനി എന്ന് നാട്ടിലറിയപ്പെടുന്ന യുവതിയും ഭർത്താവും 2 സ്ത്രീകളുമടക്കം 4 പേരെ കേസന്വേഷിക്കുന്ന പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു. മാങ്ങാട് കൂളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമ, ഇവരുടെ ഭർത്താവ് ഉബൈസ്, സഹായികളായ പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ, മധൂർ സ്വദേശിനി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത്. ഏപ്രിൽ 14 പുലർച്ചെയാണ് ഗഫൂർ ഹാജിയെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക മരണമെന്ന് കരുതി ഖബറടക്കം നടത്തിയെങ്കിലും പിന്നീട് മരണത്തിൽ സംശയം തോന്നിയ മകൻ അഹമ്മദ് മുസമ്മലിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കാണാതായതാണ് സംശയമുണ്ടാക്കാൻ കാരണം. തുടർന്ന് പോലീസ് കേസെടുക്കുകയും പൂച്ചക്കാട് ജുമാ മസ്ജിദിൽ ഖബറടക്കിയ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതാണ് കേസിൽ വഴിത്തിരിവായത്. സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് ഗഫൂർ ഹാജിയിൽ നിന്ന് ഷമീമ 596 പവൻ സ്വർണം കൈക്കലാക്കിയിരുന്നു. തട്ടിപ്പ് മനസ്സിലാക്കിയ ഗഫൂർ ഹാജി സ്വർണം തിരിച്ചു ചോദിച്ചതോടെയാണ് സംഘം കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. വീണ്ടും ഒരു മന്ത്രവാദം നടത്താനുണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഗഫൂർ ഹാജിയുടെ വീട്ടിലെത്തിയ സംഘം കൊലപാതകം നടത്തുകയായിരുന്നു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. തല ചുമരിലിടിച്ചാണ് കൊലപാതകം നടത്തിയെന്നാണ് പ്രതികളുടെ മൊഴി. മന്ത്രവാദം നടത്തുന്ന സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടാകരുതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗഫൂർ ഹാജി കുടുംബാംഗങ്ങളെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരുന്നു. കുടുംബാംഗങ്ങളിൽ നിന്നായി ഗഫൂർ ഹാജി സ്വരൂപിച്ച സ്വർണമാണ് സംഘം തട്ടിയെടുത്തത്. ഇതിനു മുമ്പ് പല തവണ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഈ സ്ത്രീ ഈ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് കുടുംബാംഗങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. പിന്നീടാണ് മനസ്സിലായത് ഈ സ്വർണം ഇരട്ടിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിൽ നിന്നും പലതവണ ഏകദേശം 596 പവനോളം സ്വർണം വാങ്ങിയതും പിന്നീട് ഈ സ്വർണം ഇവർ പലതവണ വാങ്ങിയെന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മരണം, ഈ ദുരൂഹ മരണം എന്നുള്ളത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ സംശയിച്ചതും കാസർഗോഡ് ജില്ലയിലെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സമാനമായ തട്ടിപ്പുകൾ നടത്തിയ സ്ത്രീയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ജിന്നുമ്മ എന്ന് പറയുന്ന സ്ത്രീ
596 പവനാണ് അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. 2 വർഷമായി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് ജിന്നുമ്മ. ഈ ജിന്നുമ്മ ഇത്രയും സ്വർണം അവിടുന്ന് അപഹരിച്ചു, ഈ കുടുംബവുമായി നല്ല ബന്ധങ്ങളുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. യുവതിയുടെ സഹായികളായി പ്രവർത്തിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക നിക്ഷേപം വന്നതായി പോലീസ് കണ്ടെത്തി. ഗഫൂർ ഹാജിയിൽ നിന്നും യുവതി 10 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിന്റെ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. 2014 ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 14 ദിവസം യുവതിയും ഭർത്താവും റിമാൻഡിലായിരുന്നു. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും സ്വർണം കവർന്ന കേസിലും യുവതി നേരത്തെ റിമാൻഡിലായിരുന്നു. അജാനൂരിലെ പ്രവാസി വ്യവസായിയിൽ നിന്ന് നിധിയുണ്ടെന്ന് പ്രലോഭിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയും തട്ടിയെടുത്തതായി ഇവർക്കെതിരെ പരാതിയുണ്ട്. ഗഫൂർ ഹാജിയുടെ വീട്ടിൽ ആഭിചാരക്രിയ നടത്തിയാണ് യുവതിയും ഭർത്താവും ഇദ്ദേഹവുമായി അടുത്തത്. അന്ധവിശ്വാസം മുതലെടുത്ത് നിരവധി പേരെയാണ് ഷമീമ കബളിപ്പിച്ചിട്ടുള്ളതെന്ന് പോലീസ് പറയുന്നു. മന്ത്രവാദവും കൂടോത്രം കുഴിച്ചെടുക്കലും മാന്ത്രിക തകിടുകെട്ടലുമൊക്കെ പാതിരാത്രിയിലാണ് നടത്തി വന്നിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയായ പാത്തൂട്ടി എന്ന പെൺകുട്ടിയുടെ ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമെന്നാണ് ഷമീമ ആളുകളെ വിശ്വസിപ്പിച്ചിരുന്നത്. തുടർന്ന് മന്ത്രവാദിനി ഉറഞ്ഞുതുള്ളി പരിഹാരക്രിയകൾ നിർദ്ദേശിക്കും. ആഭിചാരക്രിയ കഴിയുമ്പോൾ തട്ടിപ്പ് സംഘം ഇരയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളടക്കം ലക്ഷങ്ങൾ കൈക്കലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. ജിന്നുമ്മയുടെ തട്ടിപ്പുകൾ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. തെളിവെടുപ്പിനിടെ പ്രതികൾക്ക് നേരെ നാട്ടുകാരുടെ കയ്യേറ്റമുണ്ടായി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ജിന്നുമ്മ ഉൾപ്പെടെ 4 പ്രതികളുടെയും തെളിവെടുപ്പ് പൂർത്തിയാക്കാനായത്. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു തെളിവെടുപ്പ്. ന്യൂസ് 18 കാസർഗോഡ്. സമൂഹ മാധ്യമങ്ങളിൽ ആറാട്ടണ്ണൻ എന്ന് വിളിപ്പേരുള്ള സന്തോഷ് വർക്കി സിനിമാ പ്രേമികൾക്കെല്ലാം സുപരിചിതനാണ്. പല നടിമാരോടും ഇയാൾ പ്രണയാഭ്യർത്ഥന നടത്താറുണ്ട്. അത് സൈബർ ലോകത്തിനൊരു തമാശയാകാം. പക്ഷെ ഇയാളുടെ പേരും പറഞ്ഞ് ഒട്ടേറെ യുവതികളെയാണ് സൈബർ ഗുണ്ടകൾ ആക്രമിക്കുന്നത്. ആക്ടിവിസ്റ്റും മോഡലുമായ റോമ എസ് വസ്വിനിയാണ് ഏറ്റവും ഒടുവിലത്തെ ഇര. അല്ലു അർജുൻ്റെ പുതിയ ചിത്രം പുഷ്പ 2 കാണാൻ എത്തിയപ്പോൾ ആറാട്ടണ്ണനൊപ്പം ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് റോമയെ വേട്ടയാടാനുള്ള കാരണം. സന്തോഷ് വർക്കിയുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളെ മോശമായ തലക്കെട്ടോടെ പ്രചരിപ്പിക്കുന്നുവെന്നാണ് റോമയുടെ പരാതി. രാവിലെ പുഷ്പ 2 കാണാൻ തിയേറ്ററിലെത്തിയപ്പോഴാണ് പരിചയക്കാരനായ സന്തോഷ് വർക്കിയുമായി റോമ സംസാരിച്ചത്. എന്നാൽ ഈ സൗഹൃദ സംഭാഷണങ്ങളെ തെറ്റായ രീതിയിൽ പല ഓൺലൈൻ മാധ്യമങ്ങളും മോശം തലക്കെട്ടോടെ പ്രചരിപ്പിച്ചുവെന്നാണ് റോമയുടെ ആരോപണം. ആറാട്ടണ്ണൻ എന്ന് പറയുമ്പോൾ എന്താ ഇത്രത്തോളം ഒരു നെഗറ്റീവ് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് പേഴ്സണലി എനിക്ക് പുള്ളിക്കാരനെ അറിയില്ല. ബട്ട് ഞാൻ 3-4 തവണ കണ്ടിട്ടുള്ളെങ്കിലും എൻ്റെ അടുത്ത് വളരെ നല്ലൊരു ബിഹേവിയറാണ്. കാരണം ഈവൻ എൻ്റെ ഒരു ഫ്രണ്ട് ജസ്റ്റ് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യാൻ വന്നിരുന്നു മോർണിംഗ് മൂവിക്ക്. അപ്പോൾ അവൻ്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ലയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് അവൻ കയറി, പുള്ളിക്കാരൻ പുറത്ത് വെയിറ്റ് ചെയ്തു. സോ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ലൈക്ക് ഇത്രത്തോളം എന്തിനാണ് നമ്മളൊരു വ്യക്തിനെ പറയുന്നേ എന്നൊരു ഇത്, അതും പ്ലസ് എന്നെയും കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ എനിക്കതൊരു ഭയങ്കര എന്താ പറയുക ഫീലിംഗ് അല്ല. ലൈക്ക് അങ്ങനെ ചെയ്യരുത്. കാരണം ഒരു വ്യക്തിനെ അറിയുന്നില്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും നിങ്ങളൊരു സ്ത്രീനെ കുറിച്ച് പറയുമ്പോൾ അത് കണ്ടറിഞ്ഞ് പറയണം. ആക്ച്വലി ഞാൻ ആലോചിച്ചു ആദ്യം ഇതിനെതിരെ ആക്ഷൻ എടുക്കണോ വേണ്ടി. പിന്നെ ഞാൻ ആലോചിച്ചു ഇതിന് ഞാൻ പക്ക വിവരമില്ലായ്മ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരാളുടെ കൂടെ നടക്കുമ്പോഴേക്കും ഒരാളുടെ കാമുകിയാവുക അല്ലെങ്കിൽ ലവറാവുക, ഇത് മനഃപൂർവ്വം അവർക്കൊരു ട്രോളർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ അതിന് ഞാൻ അധികം എന്താ പറയുക ഈ ഒരു കേസിനും അതിനൊന്നും പോവാത്തത് എന്താ പറയുക, നമുക്ക് നമ്മുടെ ഒരു മെച്യൂർ ബിഹേവിയർ ആയതുകൊണ്ടാണ്
ആ ഭാഗത്തേക്ക് ഞാൻ ചിന്തിക്കാത്തത്. റോമ തന്റെ സഹോദരിയെ പോലെയാണെന്നും ഇത്തരത്തിലുള്ള പ്രചാരണം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സന്തോഷ് വർക്കിയും രംഗത്തെത്തി. മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു, ആറാട്ടത്തിൻ്റെ നമ്പർ അല്ലെങ്കിൽ ആറാട്ടത്തിൻ്റെ പെണ്ണ് അങ്ങനെയുള്ള ഒരു അർത്ഥം വന്നു. അങ്ങനെയല്ല, ഞാൻ സ്വന്തം സിസ്റ്ററിനെ പോലെ കാണുന്ന ആളാണ്. വേറെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഒരുപാട് ചാറ്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഭിന്നശേഷി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൾക്കാരും അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി ഫാഷൻ ഷോയും എല്ലാം ചെയ്യുന്ന സുബോ ട്രെയിനറൊക്കെയാണ്. നോർത്ത് ഇന്ത്യയിലാണ്. പേര് റോമൻ എന്നാണ്. ഞാൻ എൻ്റെ സ്വന്തം സിസ്റ്ററെ പോലെ കാണുന്ന ആളാണ്. വേറെയിലും എടുക്കരുത്. അവർ മാരീഡാണ്, അവർക്ക് ഹസ്ബൻഡ് ഉണ്ട്, ഒരു 12 വർഷം കുട്ടിയുണ്ട്. വേറെയിലും എടുക്കരുത് പ്ലീസ്, കാരണം ഒരു ഫാമിലിയെ ബാധിക്കണം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് റോമ. ഇത്തരം പ്രചാരണം തനിക്കും തന്റെ കുടുംബത്തിനും ഏറെ വേദനയുണ്ടാക്കിയെന്നും റോമ പറഞ്ഞു. ഇനിയും ഇത്തരം പ്രചാരണങ്ങൾ ആവർത്തിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ഈ നാട്ടിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന കാഴ്ച, പോലീസിനെ പോലും വെല്ലുവിളിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ. തൃശൂർ ഒല്ലൂരിൽ ഗുണ്ടാ സംഘത്തെ പിടികൂടാനെത്തിയ CIയെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. CI ഫർഷാദിന് നേരെ ആക്രമണം നടത്തിയത് കാപ്പ കേസ് പ്രതി അനന്തുമാരിയാണ്. യുവാവിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടാനെത്തിയപ്പോഴായിരുന്നു ആക്രമണം. മദ്യപിച്ചുകൊണ്ടിരുന്ന ഗുണ്ടാ സംഘം കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പോലീസുകാരെ കുത്തുകയായിരുന്നു. അഞ്ചേരി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിനടുത്ത് കാപ്പ പ്രതിയെ പിടിക്കാൻ എത്തിയപ്പോഴാണ് ഒല്ലൂർ CI ഫർഷാദിന് കുത്തേറ്റത്. പടവരാട് സ്വദേശി മാരി എന്ന അനന്തുവാണ് CIയെ കുത്തിയത്. ഇയാൾ കാപ്പ കേസ് പ്രതിയാണ്. ആക്രമണത്തിൽ CPO വിപിൻ ദാസിനും പരിക്കുണ്ട്. ഇടതുതോളിന് മുകളിൽ കുത്തേറ്റ CIയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. യുവാവിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് സംഘം ഗുണ്ടകളുടെ അടുത്തുപോയത്. ഈ സമയം മദ്യപിച്ചിരിക്കുകയായിരുന്നു സംഘം. കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ് അനന്തു CIയെ കുത്തിയത്. കാപ്പ പ്രതിയെ വിട്ടയച്ചില്ലെങ്കിൽ സ്റ്റേഷൻ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഇയാൾ ഫോണിൽ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയുന്നുണ്ട്. മാരിയടക്കം 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 തൃശൂർ. ട്രെയിനിലും ബസ്സിലും പൊതുസ്ഥലത്തുമൊക്കെ സ്ത്രീകൾ അതിക്രമത്തിനിരകളാകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. സഹയാത്രക്കാരായ പുരുഷന്മാരുടെ തുറിച്ചുനോട്ടവും സ്പർശനവും സഹിച്ച് യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് പലരും. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വെച്ച് യാത്രക്കാരിയായ യുവതിയോട് അപമര്യാദയായി പെരുമാറിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പാലക്കാട് അഗളി സ്റ്റേഷനിലെ CI അബ്ദുൽ ഹക്കീം യാത്രക്കിടെ യുവതിയെ കടന്നു പിടിച്ചെന്നാണ് പരാതി. കരുനാഗപ്പള്ളി സ്വദേശിനിയുടെ പരാതിയിൽ ഹക്കീമിനെതിരെ എറണാകുളം റെയിൽവേ പോലീസ് കേസെടുത്തു. യുവതി കൊല്ലത്ത് നിന്ന് പാലരുവി എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു ദുരനുഭവം. ചൊവ്വാഴ്ച പാലരുവി എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. പാലക്കാട് അഗളി CI അബ്ദുൽ ഹക്കീം യാത്രക്കിടെ യുവതിയെ കടന്നുപിടിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ യുവതി ബഹളം വെച്ചു. മറ്റ് യാത്രക്കാർ സംഭവത്തിൽ ഇടപെട്ടതോടെ താൻ പോലീസാണെന്ന് പറഞ്ഞ് ഹക്കീം അവിടെ നിന്നും കടന്നു കളഞ്ഞു. അതിനിടെ യാത്രക്കാർ ഹക്കീമിന്റെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു. എറണാകുളം ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങിയപ്പോൾ റെയിൽവേ പോലീസിൽ യുവതി പരാതി നൽകുകയായിരുന്നു. തുടർന്ന് യാത്രക്കാർ പകർത്തിയ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിക്രമം നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ ഹക്കീമാണെന്ന് കണ്ടെത്തി. ഇതോടെ ഇയാൾക്കെതിരെ കേസെടുത്തതായി റെയിൽവേ പോലീസ് അറിയിച്ചു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഉദ്യോഗസ്ഥനെതിരെ ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി.
തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നത്. ഇടിമുറികളിൽ വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ പതിവാകുന്നു. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയാണ് SFIയുടെ അതിക്രമത്തിൻ്റെ പുതിയ ഇര. SFIയിൽ ചേരാത്തതിന് ഇടിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ യൂണിറ്റ് സെക്രട്ടറി വിധു ഉൾപ്പെടെയുള്ള SFI നേതാക്കൾക്കെതിരെ പരാതി നൽകിയെങ്കിലും ആദ്യം പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ കാല് 3 SFI നേതാക്കന്മാർ ചേർന്ന് ചവിട്ടിപ്പിടിച്ച ശേഷം കമ്പി കൊണ്ടടിച്ചതായാണ് പരാതി. വിദ്യാർത്ഥി പോലീസിൽ പരാതി നൽകി 2 ദിവസം കഴിയുമ്പോഴാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി ഭിന്നശേഷി കമ്മീഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു. കോളേജിലെ SFI യൂണിറ്റിൽ ചേരാത്തതിന് 1ാം വർഷ ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥിയെ കോളേജിലെ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി വൈകല്യത്തെ കളിയാക്കി സംസാരിക്കുകയും പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. യൂണിറ്റ് സെക്രട്ടറിയായ വിധു ഉദയ, പ്രസിഡന്റ് അമൽ ചന്ദ്, യൂണിറ്റ് അംഗമായ മിഥുൻ ഇവർ ചേർന്ന് വിദ്യാർത്ഥിയെ അസഭ്യം വിളിച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി. പരാതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ കേസെടുത്തില്ല. തുടർന്ന് മാധ്യമങ്ങളിലൂടെ വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. SFI യൂണിറ്റിൽ ചേരാത്ത വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറികളിൽ ഇപ്പോഴും അതിക്രൂരമായി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുവെന്ന് പരാതിയുണ്ട്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ 2.5 വയസ്സുകാരിയെ മർദ്ദിച്ച സംഭവം നമ്മളെ ഏറെ വേദനിപ്പിച്ചതാണ്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഇവിടെ എത്തിയ കുട്ടിയോട് അതിക്രൂരമായിട്ടാണ് 3 ആയമാരും പെരുമാറിയത്. ആ കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അറസ്റ്റിലാകും മുൻപ് 3 ആയമാരും നഖം മുറിച്ചു കളഞ്ഞു. മറ്റു കുട്ടികളെ ഇവർ ഉപദ്രവിച്ചിരുന്നോ എന്നറിയാൻ ആയമാരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ നീക്കം. ഇതിനായി മ്യൂസിയം പോലീസ് വഞ്ചിയൂർ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനിടെ കുട്ടികളെ പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കും. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് 2.5 വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ച ആയമാർ അറസ്റ്റിലായതിനു പിന്നാലെയാണ് മുഴുവൻ കുട്ടികളെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കാനുള്ള തീരുമാനം. ശിശുരോഗ മാനസികാരോഗ്യ വിദഗ്ധരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തുക. വൈദ്യസംഘത്തെ നിയോഗിക്കാൻ ആവശ്യപ്പെട്ട് CWC ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകും. കുഞ്ഞുങ്ങളെ വിശദമായ കൗൺസിലിങ്ങിനും വിധേയമാക്കും. കൗൺസിലിംഗിൽ എന്തെങ്കിലും തരത്തിലുള്ള പീഡന വിവരം പുറത്തുവന്നാൽ ശക്തമായ നടപടിയെടുക്കാനാണ് തീരുമാനം. കൃത്യമായ ഇടവേളയിൽ മോണിറ്ററിംഗ് സമിതിയെ കൊണ്ട് മിന്നൽ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അജിത, മഹേശ്വരി, സിന്ധു എന്നീ ആയമാരെയാണ് അറസ്റ്റ് ചെയ്തത്. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയുടെ പരാതിയിലാണ് നടപടി. 3 പേർക്കുമെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലെത്തിയ കുട്ടിയോട് അതിക്രൂരമായിട്ടാണ് 3 ആയമാരും പെരുമാറിയത്. വർഷങ്ങളായി താൽക്കാലികാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അജിതയാണ് മുറിവേൽപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. മറ്റു 2 പേരും കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. സംഭവം പുറത്തു വന്നതിനു പിന്നാലെ ഒരാഴ്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി മ്യൂസിയം പോലീസ് വഞ്ചിയൂർ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പിഴവ് കാരണം എത്രയോ കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. നിരവധി കുട്ടികളുടെ ജീവിതം ഇങ്ങനെ തകർന്നിട്ടുണ്ട്. പ്രസവത്തിനിടെ നവജാത ശിശുവിൻ്റെ ഞരമ്പുകൾ തകർന്ന് കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ന്യൂസ് 18 പുറത്തുവിടുന്നു. ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത കൂടുതൽ കുട്ടികൾക്ക് ഞരമ്പുകൾ തകർന്ന് പരിക്ക് സംഭവിച്ചതായി ആശുപത്രി സൂപ്രണ്ട് ദീപ്തി തുറന്ന് സമ്മതിക്കുന്നു. കേസുമായി പോകേണ്ടെന്നും സെറ്റിൽമെൻ്റാണ് നല്ലതെന്നും കുഞ്ഞിൻ്റെ രക്ഷിതാക്കളെ ഡോക്ടർ ദീപ്തി ഉപദേശിക്കുന്നുമുണ്ട്.
നെഗ്ലിജൻസ് ആയിട്ട് കാണിക്കാൻ നിർത്തി. ഈ ഡോക്ടറിനൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളുണ്ടാകും. അവർ പറഞ്ഞ് ഇത്ര ചിലവായതല്ല, ഇത്ര കോമ്പൻസേഷൻ കറക്റ്റ് ചെയ്ത് തരാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഡോക്ടറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം. ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയും പ്രസവത്തിനിടയിൽ ബ്രേച്ചിൽ പ്ലെക്സ് ഇഞ്ചുറി സംഭവിച്ച പിന്നീട് കൈയുടെ ചലനശേഷി തന്നെ നഷ്ടപ്പെട്ട 1.5 വയസ്സുകാരൻ വിഹാന്റെ അച്ഛൻ വിഷ്ണുവുമായുള്ള സംഭാഷണമാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. വിഹാൻ ജനിച്ച അതേ സമയത്ത് ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത 2 കുട്ടികൾക്ക് കൂടി സമാനമായ രീതിയിൽ തോളലിനും ഞരമ്പുകൾക്കും പരിക്കു പറ്റിയിരുന്നതായി ആശുപത്രി സൂപ്രണ്ട് ലാഘവത്തോടെ തുറന്നു സമ്മതിക്കുന്നു. ഇതിനു മുമ്പും ആ വർഷം 3 പിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തെ പരാതിയാണ് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അതിനുശേഷം ആ 2 പേരെയും ഞാനിവിടെ ഒന്ന് വരുത്തി കണ്ടു. അവർ 2 പേരും മെഡിക്കലായിട്ട് ഇരിക്കുകയാണ്, യാതൊരു പ്രശ്നമില്ല. കാരണം എനിക്ക് ഇഞ്ചുറിയുടെ ആ ഒരു എമൗണ്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ മാസം തന്നെ ഒരു കുട്ടി, പിന്നെ അല്ലാതെ ഒരു കുട്ടി, 3 പേർക്കായിരുന്നു ആ ഒരു വലിയ വർഷത്തിൽ. നമുക്ക് മൊത്തം 2200ഓളം ഡെലിവറി ഉണ്ടായിരുന്നു. അതിൽ 3 പേർക്കാണ് ഈ കൈക്ക് പ്രോബ്ലം ഉണ്ടായത്. എനിക്ക് മെഡിക്കൽ സയൻസിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് ശരിയാവുന്നുള്ളത് കുറച്ച് സമയം കൊണ്ട് റിവേഴ്സിബിൾ എന്നാണ് പറയുന്നത്. പരിക്കേറ്റ 3 കുട്ടികളെയും നേരിൽ കണ്ടുവെന്നും കുഴപ്പമില്ലെന്നും അവർ പറയുമ്പോൾ ഒരു കൈ പാതി തളർന്നു പോയ കുഞ്ഞു വിഹാനെ മറുകൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പരിശീലിപ്പിക്കണമെന്ന് ഒട്ടും കുറ്റബോധമില്ലാതെ പറയുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം ഒരാളുടെ കുഴപ്പം കൊണ്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചതിനോട് നമ്മുടെ എങ്ങനെ മാക്സിമം പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. അതല്ലാതെ അതിനെ പഴിച്ചും അതിനെ പുറത്തും നമ്മൾ കളയാനുള്ളതല്ല. അവർക്കെതിരെ നമ്മളെല്ലാം ലീഗൽ നടപടി എടുക്കണം. അതിനൊക്കെ പക്ഷേ നമ്മുടെ ജീവിതം നമ്മുടേതാണ്. അതിന്റെ സന്തോഷം നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. 30-ാം തീയതി റിപ്പോർട്ട് തയ്യാറാക്കാമെന്നാണ് എനിക്ക് തരാമെന്നാണ് പറഞ്ഞത്. ഡോക്ടറിന്റെ 30-ാം തീയതി ആകും. അവർക്കുള്ള എല്ലാ ഫയലെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി ഡോക്ടർ ഇത് പറയും. അത് നിങ്ങളെ വിളിച്ച് അറിയിക്കാന്ന് പറഞ്ഞു. അത് അറിയിക്കാത്ത മുഖാന്തരം ഞാൻ നേരെ അകത്തോട്ട് കയറുമായിരുന്നു. അവരുടെ വായിന്ന് തന്നെ നമുക്കിത് കേൾക്കുന്നത്. വിഷ്ണുവിന്റെ പരാതിയിന്മേൽ സൗത്ത് പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ പുതിയ കേസെടുത്തെങ്കിലും കുടുംബത്തിന് നീതി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എല്ലാം അറിഞ്ഞിട്ടും ആരോഗ്യ വകുപ്പിന്റെ മൗനമാണ് ഏറ്റവും മനസാക്ഷിരഹിതം. ഇവിടെ പിഴവ് തുറന്നു സമ്മതിച്ചിരിക്കുന്നത് വനിതാ ശിശു ആശുപത്രിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ്. ഇനിയെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമോ? ഈ ചോദ്യം ന്യൂസ് 18 ഉന്നയിക്കുന്നത് ഇരയാക്കപ്പെട്ട ഒരുപാട് മനുഷ്യർക്ക് വേണ്ടിയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ സർക്കാരും പാർട്ടിയും ആർക്കൊപ്പമാണ്? നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമെന്ന് പറയുമ്പോഴും അവർക്ക് നീതി ഉറപ്പാക്കാനാണോ കേസ് അട്ടിമറിക്കാനാണോ ശ്രമം നടക്കുന്നത്? കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും അന്വേഷണം ശരിയായ ദിശയിലെന്നുമാണ് സർക്കാർ നിലപാട്. അന്വേഷണം CBIക്ക് വിടേണ്ട സാഹചര്യമില്ലെന്നും കോടതിയെ അറിയിക്കും. നവീൻ ബാബുവിൻ്റെ ഭാര്യ സമർപ്പിച്ച ഹർജിയിൽ CBIയുടെ നിലപാടും നിർണായകമാണ്. നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് CPM നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണ്. ADMന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറയുമ്പോഴും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും ഇതേ നിലപാട് സ്വീകരിക്കുന്നു. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. കൊലപാതകമെന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തും. കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുക. ഹർജിയിൽ പ്രത്യേക പോലീസ് സംഘത്തോട് കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹർജി കോടതി വെള്ളിയാഴ്ചയാണ് പരിഗണിക്കുന്നത്. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും പ്രതിയായ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ രക്ഷിക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നുമാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. CBI അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നും നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് കോടതി സംസ്ഥാന സർക്കാരിനും CBIക്കും നോട്ടീസ് അയച്ചത്. ഒക്ടോബർ 16 പുലർച്ചെയായിരുന്നു കണ്ണൂർ ADM ആയിരുന്ന പത്തനംതിട്ട മലയാലപ്പുഴ സ്വദേശി നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട ADM ആയി നാട്ടിലേക്ക് പോകാനിരിക്കെ സഹപ്രവർത്തകർ നൽകിയ യാത്രയപ്പ് ചടങ്ങിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ നടത്തിയ അപമാനകരമായ പരാമർശം ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് ആരോപണം.
കേസിൽ PP ദിവ്യയ്ക്ക് പിന്നീട് ജാമ്യം ലഭിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. അടച്ചിട്ട വീടുകൾ ലക്ഷ്യമിട്ട് കവർച്ച നടത്തുന്ന സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ വിലസുകയാണ്. പാലക്കാട് മരുതൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണം നടന്നു. മരുതൂർ സ്വദേശി അച്യുതൻകുട്ടിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിനുള്ളിലെ വാതിലുകളെല്ലാം തകർത്ത നിലയിലാണ്. വീട്ടുകാരുടെ പരാതിയിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് പട്ടാമ്പി മരുതൂർ സ്വദേശി വലിയ വീട്ടിൽ അച്യുതൻകുട്ടിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം എന്ന് കരുതുന്നു. അച്യുതൻകുട്ടിയും കുടുംബവും മുംബൈയിലാണ് താമസം. കഴിഞ്ഞ മാസം 21-നാണ് ഇവർ മുംബൈയിലേക്ക് പോയത്. വ്യാഴാഴ്ച രാവിലെ സമീപത്തുള്ള ബന്ധുക്കൾ വീടിന് മുൻപിലൂടെ പോകുമ്പോഴാണ് വാതിൽ തകർത്ത നിലയിൽ കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും പാത്രങ്ങളും മോഷണം പോയതായാണ് നിഗമനം. ഞാനും വൈഫും കൂടിയിട്ടേ ഇങ്ങനെ മരുതൊരു ബാങ്കിലേക്ക് പോവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കലുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്നൊക്കെ നോക്കി ഞാൻ പോക്കുണ്ട്. വേറെ ആരും നോക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോണ വഴിക്കാണ് കണ്ടത്. അപ്പോൾ അതിങ്ങനെ നടുക്കിലത്തെ സാധനം ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണത് കണ്ടു. അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴാണ് പട്ടിക്കല്ല് താഴ്ത്തി കിടക്കുന്നത്. അതിനൊക്കെ പൊളിച്ചത്. അപ്പോൾ ഞാൻ ലോക്ക് കണ്ടപ്പോൾ വിചാരിച്ചാൽ പൊളിച്ച് ഉള്ളിൽ കയറിയിട്ടില്ല എന്ന്. അങ്ങനെ നോക്കുമ്പോഴാണ് പിന്നെ ഞാൻ ആ ഓടമ്പൽ തള്ളി നോക്കുമ്പോൾ അതിൻ്റെ അടിയിലത്തേക്ക് പറിച്ച് പോയിരുന്നു. വീടിനുള്ളിലെ വാതിലുകളെല്ലാം തകർത്ത നിലയിലാണ്. അലമാരകൾ കുത്തിത്തുറന്ന് സാധനങ്ങൾ വലിച്ചുവാരിയിട്ടിട്ടുണ്ട്. വീട്ടുകാരുടെ പരാതിയിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ജൂനിയർ നടിയുടെ പരാതിയിൽ ഇടവേള ബാബുവിനെതിരെ എടുത്ത കേസിലെ തുടർ നടപടികൾക്കുള്ള സ്റ്റേ ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. കോഴിക്കോട് നടക്കാവ് പോലീസ് എടുത്ത കേസിലാണ് സ്റ്റേ. തൃശൂർ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ കണ്ടക്ടറെ മർദ്ദിച്ചയാൾ പിടിയിൽ. പിടിയിലായത് പുന്നയൂർ സ്വദേശി അൻസാർ. പട്ടാമ്പിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA-യുമായി യുവാക്കൾ പിടിയിൽ. കാരക്കാട് സ്വദേശികളായ മുഹമ്മദ് ഷാഫി, മുഹമ്മദ് മുസ്തഫ എന്നിവരാണ് പിടിയിലായത്. പണത്തിനും സ്വത്തിനും വേണ്ടിയാണ് പലരും കൊല്ലും കൊലയും നടത്തുന്നത്. കാസർകോട്ടെ പ്രവാസി വ്യവസായിയുടെ കൊലക്കേസ് മാത്രം പരിശോധിക്കാം. 596 പവൻ സ്വർണമാണ് ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തി പ്രതികൾ തട്ടിയെടുത്തത്. എന്നിട്ട് അവർക്ക് ആ പണം വിനിയോഗിക്കാൻ കഴിഞ്ഞു. കൊലപാതകത്തിന് ശേഷം സ്വസ്ഥമായി ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 20 മാസം തീ തിന്നല്ലേ അവർ ജീവിച്ചത്. ഇനിയുള്ള കാലം ജയിലിലെ ഇരുട്ടറയിൽ അന്തിയുറങ്ങാം. ഓർക്കുക, അന്യായമായി സ്വന്തമാക്കുന്നതൊന്നും അനുഭവിക്കാൻ കഴിയില്ല. എത്ര വിദഗ്ധമായി നടത്തുന്ന കുറ്റകൃത്യമാണെങ്കിലും ഒരിക്കൽ നിയമത്തിന് മുന്നിൽ പിടിക്കപ്പെടുമെന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.